ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ പുതുപുത്തൻ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നയനയുടെയും ആദർശിൻ്റെയും നാളത്തെ കഥയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ചെയ്തു അതുപോലെ തന്നെ ലൈക്ക് ചെയ്തിട്ട് കാണാം കേട്ടോ. അപ്പോൾ നാളത്തെ അവരുടെ ആ ഒരു ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ചില ട്വിസ്റ്റുകളും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ നയന വീടിൻ്റെ പടി ഇറങ്ങിപ്പോയിരിക്കുകയാണ്. നയനെ തിരിച്ചു വിളിക്കുമെന്നൊക്കെയാണ് നമ്മളൊക്കെ പ്രതീക്ഷിച്ചത്. പക്ഷേ നയന വീടിൻ്റെ പടി ഇറങ്ങിപ്പോയി. കുറച്ചുകൂടി അധികം ഈ ഒരു വെറുതെ തിരിച്ചു വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ തിരിച്ചു വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നയന എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നയനയുടെ ആ ഒരു അഭിമാനമില്ലായ്മ അല്ലെങ്കിൽ ഒരു സെൽഫ് റെസ്പെക്റ്റ് ഇല്ലായ്മയൊക്കെ ആയി പോകുമെന്നതുകൊണ്ടാകാം നയന വീട്ടിലേക്ക് പോയിക്കുന്നത് തന്നെ നമ്മുടെ ഇതിനകത്ത് കാണിച്ചത്. എന്തായാലും നയന വീട്ടിലേക്ക് എത്തിയ സമയത്ത് അച്ഛനിങ്ങനെ ഒരു അറ്റാക്ക് പോലെ ഇങ്ങനെ ഉണ്ട്. നെഞ്ചിന് വല്ലാത്ത ബുദ്ധിമുട്ടും കാര്യങ്ങൾ വന്നിട്ട് ഇയാൾ കുഴഞ്ഞു വീഴുകയാണ്. അയാളുടെ കൈ അങ്ങനെ കുഴഞ്ഞു വീണപ്പോൾ തന്നെ അയാൾ തട്ടിപ്പോയി എന്നാണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും തട്ടിപ്പോയിട്ടുണ്ടാവില്ല കേട്ടോ. എന്തായാലും അച്ഛന് ഒരു അറ്റാക്കിൻ്റെ ഒരു ഇത് തന്നെയാണ്, കൂടുതൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വരികയൊക്കെയാണ്. എന്തായാലും ഇവർ ഹോസ്പിറ്റലിലേക്ക് എടുത്തുകൊണ്ട് പോവുകയൊക്കെ ചെയ്യാണ് കേട്ടോ. ആ ഒരു സമയത്ത് ശരിക്കും ആദർശനോട് എനിക്ക് ദേഷ്യം തോന്നുന്നുണ്ട്. കാരണം തൻ്റെ അച്ഛനെ ഈ ഒരു അവസ്ഥയിൽ എത്തിക്കാൻ കാരണവും ആദർശിൻ്റെ ആ അമ്മയും ഒക്കെ തന്നെയാണല്ലോ. ഇനി ഒരിക്കലും താൻ തന്നെ വന്ന് വിളിച്ചാൽ പോലും താൻ പോകില്ല എന്നൊരു തീരുമാനത്തിലേക്ക് നയന എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഈ ഒരു സമയത്ത് അവരാരും അറിഞ്ഞിട്ടില്ല നയനി അവിടെ നിന്ന് പോയത്. മുത്തശ്ശനോ മുത്തശ്ശിയോ ജയപാലോ ഒന്നും അറിഞ്ഞിട്ടില്ല, അനിയോ ചെറിയമ്മയോ ഒന്നും അറിഞ്ഞിട്ടില്ല. ഈ ദേവയാനിയും ജലജയും മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ, നവിയും മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ, പിന്നെ നമ്മുടെ ആദർശം. എന്തായാലും ഒന്നും മിണ്ടാതെ ആദർശ് അകത്തേക്ക് ഇങ്ങനെ കയറിപ്പോവാണ്. ആദർശിന് ശരിക്കും അവളെ മിസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അകത്ത് ചെന്ന് കഴിഞ്ഞിട്ടാണേലും അവൾ ഊരി വെച്ച് ആ മാലയിലേക്ക് ഇതൊക്കെ നോക്കുകയാണ്. തൻ്റെ ജീവിതത്തിൻ്റെ ആ ഒരു ഏട് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. അപ്രതീക്ഷിതമായിട്ടൊരു ആക്സിഡൻറ്റിൻ്റെ രൂപത്തിൽ തന്നെ അവൾ തൻ്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോയിരിക്കുന്നു. പക്ഷെ എന്താണ് തനിക്കൊരു സന്തോഷവും തോന്നാത്തത്? എന്താണ് തനിക്ക് പറ്റിയത്? എന്തോ മനസ്സിനൊരു വേദന പോലെ, മനസ്സിനൊരു ഭാരം പോലെ എന്താ തനിക്ക് പറ്റണത് എന്നൊക്കെ ആദർശ് ഇങ്ങനെ ചിന്തിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതേ സമയം മുത്തശ്ശി അങ്ങോട്ടേക്ക് വരികയാണ്. മുത്തശ്ശി വന്നിട്ട് ജലജയും ദേവയാനി ഇങ്ങനെ ഇനി ഇളയവൾ പോയി, ഇനി മൂത്തവളെയും കൂടെ എങ്ങനെയും പറഞ്ഞു വിടണം. അതോടുകൂടി നമ്മുടെ കുടുംബത്ത് കയറി വന്ന 2 മരുമക്കളും ഈ കുടുംബത്തിൽ നിന്ന് പോകും. അതോടുകൂടി സമാധാനം ഉണ്ടാകും. അപ്പോഴേക്കും നിൻ്റെ മരുമകൾ പോയാലും ഇല്ലെങ്കിലും എനിക്കിപ്പോൾ ശരിക്കും ഈ കുടുംബത്തിലെ അവൾ പോയി എൻ്റെ മകൻ്റെ ജീവിതം സേഫായി എന്നാണ്. എൻ്റെ മകന് ഇനി നല്ലൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കണം. അപ്പോഴേക്കും നമ്മുടെ ദേവയാനി എന്നിട്ട് പറയുകയാണ്, ഇനി അവർ വിളിച്ചോണ്ട് വരുമെന്നൊന്നും അറിയാൻ പാടില്ല. ഇനിയിപ്പോൾ ഇതൊക്കെ അമ്മയും അച്ഛനും ഒക്കെ അറിഞ്ഞു കഴിഞ്ഞ്, എൻ്റെ ഭർത്താവ് അതായത് ജയപാലും ജയേട്ടനും ഒക്കെ അറിഞ്ഞു കഴിയുമ്പോഴേക്കും ഇനി അവളെ പോയി വിളിക്കുമോ? അപ്പോൾ വിളിച്ചാൽ അവൾ വരുമോ? അവളായതുകൊണ്ട് വലിഞ്ഞു കയറി വരാനാണ് ചാൻസ്. അവളുടെ അമ്മ തള്ളി അവളെ വിടും, ഇങ്ങോട്ടേക്ക് വാ എന്നും പറഞ്ഞ് അവൾ വിളിക്കാൻ കാത്തിരിക്കുകയായിരിക്കും. എന്തായാലും ആദർശ് അവളെ അംഗീകരിക്കത്തില്ല എന്ന കാര്യം ഉറപ്പായി. എന്നൊക്കെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ മുത്തശ്ശി അങ്ങോട്ടേക്ക് വന്നിട്ട് നയനെ എവിടെയെന്ന് ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴേക്കും അവളെവിടെയെന്ന് ആർക്കറിയാം, എവിടെയെങ്കിലും കാണും. എന്തായാലും അവൾ എങ്ങോട്ടെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ സമാധാനം, അവളൊന്ന് ഇറങ്ങി പോയാൽ മതിയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അവൾ മാത്രമല്ല, ഈ വീട്ടിലെ 2 മരുമക്കൾ, വലിഞ്ഞു കയറി വന്ന 2 മരുമക്കൾ ഈ വീട്ടിൽ നിന്ന് പോയാൽ മാത്രമേ കുടുംബത്തിലുള്ളവർക്ക് സമാധാനവും സന്തോഷവും കിട്ടും എന്നൊക്കെ ഇങ്ങനെ വന്ന് പറഞ്ഞപ്പോഴേക്കും അതാ എവിടത്തെ നിയമമാണ് എന്ന് മുത്തശ്ശി ഇങ്ങനെ ചോദിക്കുക. അതാരാ പറഞ്ഞ് അവരിവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ സമാധാനം കിട്ടും? ഒരു പക്ഷേ നിൻ്റെ മരുമകൾ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ സമാധാനം കിട്ടുമായിരിക്കും, അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ നയന ഈ കുടുംബത്തിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഇവിടെ സമാധാനമല്ല ഉണ്ടാവുക, ഇവിടെ അശുഭ വാർത്തകളായിരിക്കും പിന്നെ ഉണ്ടാവുക. എല്ലാവരുടെയും മനസ്സായിരിക്കും പിന്നെ ഇവിടെ മരവിച്ചു പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. എന്തായാലും നയന ആ വീട്ടിലില്ല എന്ന വാർത്ത ഏകദേശം എല്ലാവർക്കും മനസ്സിലായി. അപ്പോഴേക്കും ആദർശ് അങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞപ്പോൾ നയന എവിടെയെങ്കിലും ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ അറിയാൻ പാടില്ല, അവൾ പുറത്തേക്ക് കണ്ട് പോയതാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു. എങ്ങോട്ട് പുറത്തേക്ക്? ആരോടും പറയാതെ അവളങ്ങനെ പുറത്തേക്ക് പോകാറില്ലല്ലോ. ഇതിന് മുമ്പ് എത്രയോ തവണ അവൾ ആരോടും പറയാതെ പുറത്തേക്ക് പോയിട്ടുണ്ട് എന്ന് ദേവയാനി ചോദിക്കുകയാണ്. അവൾ നട്ടപ്പാതിരിക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് പോയത് ആരുടെയും പറഞ്ഞിട്ടായിരുന്നു? അല്ലല്ലോ, പണ്ടിങ്ങനെയൊക്കെ ഉണ്ടായില്ലേ? അപ്പോൾ അവൾ ആരോടും പറഞ്ഞിട്ട് പോയില്ല എന്നൊന്നും പറയുന്നു വേണ്ട. അവൾ പോയെങ്കിൽ പോട്ടെ, അത് നല്ല കാര്യമാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആദർശേ, അവളെ നീ പറഞ്ഞു വിട്ടിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിൻ്റെ മുത്തശ്ശനോടും നിൻ്റെ അച്ഛനോടും ഒക്കെ നീ മറുപടി പറയേണ്ടതായിട്ട് വരും. നിൻ്റെ മനസാക്ഷിയോട് നീ മറുപടി പറയേണ്ടതായിട്ട് വരും. അപ്പോഴേക്കും അനി പറഞ്ഞു, ഏട്ടത്തിയെപ്പോലൊരു പെണ്ണിനെ ഇനി കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര പുണ്യം ചെയ്തവർക്ക് പോലും കിട്ടത്തില്ല ഏട്ടത്തിയെപ്പോലൊരു പെണ്ണിനെ. ആ പെണ്ണിനെ എങ്ങോട്ടാണ് പറഞ്ഞു വിട്ടിരിക്കുന്നത്? ഏട്ടൻ ഇങ്ങനെ ആയിപ്പോയി ഈ ഒരു കാര്യത്തിൽ മാത്രം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴേക്കും ആദർശ് ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഇവന് പോലും മനസ്സിലായി, നിനക്കെന്താ മനസ്സിലാവാത്തതിന് മുത്തശ്ശി ഇങ്ങനെ ചോദിക്കുകയാണ്. എന്തായാലും മുത്തശ്ശി, ഞാൻ അദ്ദേഹത്തെ ഒന്ന് കാണട്ടെ എന്നും പറഞ്ഞിട്ട് പോവാണ്. മുത്തശ്ശി
മുത്തശ്ശിനെ കാണാനായിട്ട് അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും ദേവയാനിയും ജലജയൊക്കെ കൂടി ഇങ്ങനെ നിന്നിട്ട് പറയുകയാണ്, മിക്കവാറും അച്ഛനോടും പറഞ്ഞ് ഈ അമ്മ തന്നെ ഓരോന്നൊക്കെ കയറ്റിയിട്ട് അച്ഛനും ചേട്ടനും ഒക്കെ അവളെ പോയി ഇങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ട് വരുമായിരിക്കും എന്നൊക്കെ ഇവർ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ആ ഒരു സമയത്ത് നമ്മുടെ അനിയാണെങ്കിൽ ഏട്ടത്തി അവിടെ എത്തിയിട്ടുണ്ടോ, ഇനി ഏട്ടത്തി എവിടെയെന്ന് അറിയില്ലല്ലോ, ഏട്ടത്തിയെ അവിടെ എത്തിയിട്ടുണ്ടോ എന്നറിയാനായിട്ട് ഏട്ടത്തിയുടെ ഫോണിലേക്ക് വിളിക്കുന്നു. അത് നയനെ എടുക്കുന്നില്ല. അതുപോലെ നന്ദുവിൻ്റെ ഫോണിലേക്ക് അനി ഇങ്ങനെ വിളിച്ച് നോക്കുകയാണ്. അപ്പോഴേക്കും നന്ദു പൊട്ടിത്തെറിക്കുകയായിരുന്നു അനിയോട്. ഒരിക്കലും ഇനി നന്ദുവായിട്ടൊരു ബന്ധമില്ലാന്ന രീതി, ആ കുടുംബമായിട്ട് ആരുമായിട്ടൊരു ബന്ധമില്ലാന്ന രീതി വരെ തീരുമാനിച്ചു വെച്ചിരിക്കുകയാണ് നന്ദു. എന്തായാലും നന്ദു പൊട്ടിത്തെറിച്ചുകൊണ്ട് തൻ്റെ അച്ഛൻ്റെ ആ അസുഖപൂരം അങ്ങനെ അറിയിക്കുകയാണ്. എല്ലാവർക്കും സമാധാനമായല്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് ആദർശനോട് പറഞ്ഞേരെ, സന്തോഷമായി എന്ന് പറഞ്ഞേരെ എന്നൊക്കെ പറഞ്ഞ് നന്ദു ആകെ സങ്കടപ്പെട്ട് കരയുന്ന ഒരു അവസ്ഥയിലാണ്. അപ്പോഴേക്കും ഞാൻ അങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞപ്പോൾ വേണ്ട, ആരുടെ ഒരു സഹായവും വേണ്ട, നിങ്ങളുടെ കുടുംബത്തിൽ ഒരു സഹായം ഞങ്ങൾക്കിനി വേണ്ട എന്നും നന്ദു ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നാളത്തെ വിശേഷം. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സി ഓക്കെ, താങ്ക് യു.